ഹായ് ഫ്രണ്ട്സ്, ഓൺലൈൻ ഫാബ്രിക്കേഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ഒരു കിച്ചൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത്. ചെയ്യുന്നതൊന്നും കാണിക്കുന്നതല്ല, ചെയ്തതിന് മുമ്പും അതേപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. കിച്ചൻ്റെ താഴ്ഭാഗത്ത് നമുക്ക് എൽ ടൈപ്പിൽ ചെയ്യണം. അതേപോലെ തന്നെ തൊട്ടിപ്പുറത്തൊരു 2 ഡോറ് വരുന്ന പോലെ ഒരു ഇത് വരുന്നുണ്ട്, ഷോക്കേസ്, അതിൽ ചെയ്യണം. നമ്മളിവിടെ കറക്റ്റായിട്ട് എൽ ടൈപ്പിലാണ് വരുന്നത്. പിന്നെ ഒരു അഡീഷണലും കൂടെ തള്ളി നിൽക്കുന്നുണ്ട് ഭാഗം, പക്ഷേ അതിൽ നമ്മൾ ഡോറുകളൊന്നും അടിക്കുന്നില്ല. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ബോക്സ് വരുന്നുണ്ട്. അത്രയാണ് നമുക്ക് ഈ വർക്ക് ഇവിടെ വരുന്നത്. പിന്നെ ലോഫ്റ്റ് വരുന്നുണ്ട്. ലോഫ്റ്റിൽ നമുക്ക് ഈ സൈഡ് ഒരു ഫിക്സഡ് വെച്ചിട്ട് ബാക്കി ഒരു എൽ ടൈപ്പിൽ മറയ്ക്കുന്ന പോലെ ഒരു ലോഫ്റ്റാണ് നമുക്ക് വരുന്നത്. നമ്മളിതപ്പോൾ ഫ്രെയിമൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രെയിമിൽ നമ്മൾ ചാമ്പ്യൻ സ്റ്റീലാണ് കളർ കൊടുത്തിട്ടുള്ളത്. ടാൻഡം ബോക്സ് വെച്ചിട്ടുണ്ട്. ഈ ഒരു 2 ടാൻഡം ബോക്സ് ഈ ഒരു സൈഡ് വെച്ചിട്ടുണ്ട്. അത് നമ്മളൊരു എപ്കോ ബ്രാൻഡിൻ്റെ ടാൻഡം ബോക്സ് ആണ് വെച്ചിട്ടുള്ളത്. ഒരു 6 ഇഞ്ചിൻ്റെ ടാൻഡം ബോക്സും അതേപോലെ തന്നെ താഴ്ഭാഗത്ത് ഒരു 8 ഇഞ്ചിൻ്റെ ടാൻഡം ബോക്സും അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു ഓയിൽ പുൾ ഔട്ടാണ് വെച്ചിട്ടുള്ളത്. ഓയിൽ പുൾ ഔട്ട് 6 ഇഞ്ചിൻ്റെ ഓയിൽ പുൾ ഔട്ടാണ് നമ്മളിതിൽ വെച്ചിട്ടുള്ളത്. അതിലും നമ്മൾ സോഫ്റ്റ് ക്ലോസിൻ്റെ സാധനമാണ് വെച്ചിട്ടുള്ളത്. അതും എപ്കോ ബ്രാൻഡിൻ്റെ തന്നെയാണ്. നമുക്ക് ആ ടാൻഡം ബോക്സ്, ഈ ഓയിൽ പുൾ ഔട്ടിൻ്റെ ട്രേ വരുന്നത് ടാൻഡം ബോക്സിൻ്റെ തന്നെയാണ്. ഈ സൈഡിൽ അതേപോലെ തന്നെ നമ്മൾ 2 ടാൻഡം ബോക്സ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ തട്ടടിക്കാൻ വേണ്ടിയിട്ടാണ്, ഐലം ഷീറ്റാണ് തട്ടടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ടാൻഡം ബോക്സ് നമ്മൾ കുറച്ച് വീതിയിൽ ടാൻഡം ബോക്സ് ആകുന്ന സമയത്ത് നമുക്ക് എത്ര വീതി വേണമെങ്കിലും അടിച്ചു കൊടുക്കാൻ പറ്റും. നോർമലി നമുക്ക് ഡ്രോ ഒക്കെ ആകുന്ന സമയത്ത് നമുക്ക് 15, 17, അതേപോലെ 19, 21 അങ്ങനെ ആ ഒരു സൈസിലാണ് കിട്ടുള്ളൂ. ഇതിൽ നമുക്ക് പറഞ്ഞാൽ എല്ലാ സൈസിലും ടാൻഡം ബോക്സ് നമുക്ക് അടിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ വർക്ക് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ചോട്ടിൽ സിങ്ക് വരുന്നവിടെ ഡബിൾ ഡോർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ കാണിച്ചാൽ 2 ടാൻഡം ബോക്സ് അവിടെ വരുന്നുണ്ട്. ഒരു ഓയിൽ പുൾ ഔട്ട് ആ കോർണറിൽ 2 ഡോറായി കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്ത് 2 ടാൻഡം ബോക്സ്, താഴ്ഭാഗത്തേക്കും ഒരു 3 ഡോറായിട്ട് കൊടുത്തിട്ടുണ്ട്. ലോഫ്റ്റിലും അതേപോലെ തന്നെ ഡബിൾ ഡോർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ 2 ഡോറും ടോപ്പിലേക്ക് നമ്മളൊരു ലിഫ്റ്റ് വെച്ചിട്ട് ടോപ്പിലേക്ക് തുറക്കുന്നത് പോലെ ഒരു ഡോറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ചെറിയൊരു ബോക്സും കൊടുത്തിട്ടുണ്ട് അവിടെ. സിംഗിളായിട്ട് 2 ഡോറ് വരുന്ന പോലെ ഒരു 3 അടീൻ്റെ ഒരു ബോക്സാണ് കൊടുത്തിട്ടുള്ളത്. നമ്മളിവിടെ ഐലം ഷീറ്റാണ് ഫുള്ളായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഐലം ഷീറ്റാണ്. 10 വർഷം വാറൻറ്റി വരുന്ന ഐലം ഷീറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 3 mm തിക്നെസ് വരുന്ന ഐലം ഷീറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അല്ല, നോർമൽ ഐലം ഷീറ്റ് അല്ല, 3 mm തിക്നെസ് വരുന്ന ഐലം ഷീറ്റാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്കിനി മൊത്തത്തിലൊന്ന് തുറന്ന് കാണിക്കാം. നമ്മളിതിൽ ഈ സൈഡ് വരുന്ന 2 ഡോറാണ്. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് നമ്മൾ ലിഫ്റ്റ് ഡോറാണ് കൊടുത്തിട്ടുള്ളത്, ടോപ്പിലേക്ക് തുറക്കുന്നത് പോലെ. മെയിനായിട്ട് ആ ഫില്ലർ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൽ 2 ഡോറാക്കി കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഒറ്റ സിംഗിൾ ഡോറിനുള്ള ഒരു ഗ്യാപ്പാണ് ഉള്ളത് അതിൽ. ഈ സൈഡ് നമ്മൾ ഡബിൾ ഡോറാണ്. സിങ്കിൻ്റെ താഴെ തട്ടും കാര്യങ്ങളൊന്നും അടിച്ചിട്ടില്ല. വല്ല മെയിൻ്റനൻസ് വർക്ക് വന്നു കഴിഞ്ഞാൽ ഈസിയായി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. ടാൻഡം ബോക്സിൽ നമ്മൾ പിന്നെ അതേപോലെ തന്നെ പ്ലേറ്റ് വെക്കാൻ വേണ്ടിയിട്ട് അഡീഷണൽ ഒരു ട്രേ വാങ്ങി വെച്ചിട്ടുണ്ട്. അതും എപ്കോൻ്റെ ബ്രാൻഡ് തന്നെയാണ്. അത് നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇതിൽ മേലെ നമ്മൾ ചെറിയ പ്ലേറ്റുകൾ വെക്കാൻ വേണ്ടിയിട്ട്, ഈ കപ്പ് സോസർ അങ്ങനത്തെ പ്ലേറ്റുകൾ വെക്കാൻ വേണ്ടിയിട്ട് മുകളിലേക്കും അതേപോലെ തന്നെ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്നിൽ താഴെ, ഇത് എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ 2ഉം ചോട്ടിലേക്ക് എടുത്ത് വെച്ച് ചോട്ടിൽ പ്ലേറ്റ് വെക്കാനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഓയിൽ പുൾ ഔട്ട് 2 തട്ടിൻ്റെ ഓയിൽ പുൾ ഔട്ടാണ് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ നമുക്ക് ലോക്കും കാര്യങ്ങളും വരുന്നുണ്ട്. അതായത് ഓരോ കുപ്പികൾ വെച്ച് ലോക്ക് ചെയ്യാനുള്ള പോലെ സെറ്റപ്പ് വരുന്നുണ്ട്. കോർണറിൽ നമ്മൾ 2 സൈഡിലേക്കും തുറക്കുന്ന പോലെ 2 ഡോറായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ സൈഡും ടാൻഡം ബോക്സ് നമ്മൾ കൊടുത്തിട്ടുള്ളത് 32 ഇഞ്ച് വീതിയിലാണ് ഈ ടാൻഡം ബോക്സ് കൊടുത്തിട്ടുള്ളത്.
ഇത് പ്ലെയിൻ ആയിട്ടാണ് അടിച്ചിട്ടുള്ളത്. ഇനി ഇതിൽ നമുക്ക് കട്ട്ലറി ഇടാനുണ്ട്. അതിൻ്റെ നമുക്ക് മെറ്റീരിയൽ വന്നിട്ടില്ല. അതിൻ്റെ ഒരു ഷീറ്റാണ്. അതെല്ലാവിടെയും ഇപ്പോൾ കിട്ടുന്ന ഐറ്റംസ് തന്നെയാണ്. അതാ വെച്ച് കൊടുക്കാനുണ്ട്. ഈ സൈഡ് നമ്മൾ തട്ടടിച്ചിട്ടുണ്ട്. ഐലം ഷീറ്റ് വെച്ചിട്ടാണ് തട്ടടിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് രണ്ട് ചെറിയൊരു ബോക്സാണ്. അതിലൊരു തട്ടടിച്ച് കൊടുത്തിട്ടുണ്ട്. ഡബിൾ ഡോർ ആയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. ബാക്കിലും നമ്മൾ ഐലം ഷീറ്റ് തന്നെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ലോഫ്റ്റ് ഡബിൾ ഡോർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ആ സൈഡ് നമ്മളൊരു ഫിക്സ് ആണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിലൊന്ന് ഓളൊന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.